എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ ക്രസൻറ്റ് ഫാമിലി റിസോർട്ടിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക. ഗേറ്റ് കടന്ന് നമ്മൾ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡിലായിട്ട് ഒരു റിസപ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ പണ്ട് പച്ചക്കറികളൊക്കെ വെച്ചൊരു സംഭവമാണ്, എന്താണെന്നറിയില്ല. റിസപ്ഷൻ്റെ അകത്തേക്ക് ഞാൻ പോകാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. ഇവിടെ ഒരു മസ്ജിദ് കാണാൻ സാധിക്കും. നിസ്കരിക്കാനുള്ളവർക്ക് ഇവിടെ പോയി നിസ്കരിക്കാവുന്നതാണ്. അവിടെ നിന്ന് സ്ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാൻ ഇവർ തന്നെ സർവീസ് ചെയ്യുന്നൊരു വാനാണ്. അതിൻ്റെ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, റെസ്റ്റോറൻറ്റ് ഉണ്ട്, കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ട്, ഇൻഡോർ ഗെയിംസ് ഉണ്ട്, ആർച്ചറിയും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അഡീഷണൽ ആയിട്ടുള്ളത്. കുറച്ചുകൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാഡ്മിൻ്റൺ കോർട്ട് കാണാൻ സാധിക്കും. ഷട്ടലും കാര്യങ്ങളൊക്കെ സൈഡിലുള്ള പെട്ടിയിലുണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് സെറ്റപ്പും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ക്യാമ്പ് ഫയർ ആണെങ്കിൽ ഇവിടെ വെൽ സെറ്റ് ചെയ്ത് തരും. കുറച്ചുകൂടി നമ്മൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചറസ് ഒരു യാത്ര ഉണ്ട്. നമ്മൾ മരത്തടികളൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുള്ള ഒരു യാത്രയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് എത്തിപ്പെടുക. ഫോട്ടോസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാവുന്നതാണ്. ഒരു ചെറിയൊരു ഇരിക്കുന്ന സെറ്റപ്പ് ഇവിടെയുണ്ട്. അവിടുന്ന് കുറച്ചുകൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ റിസോർട്ടിൽ കാര്യമായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന സ്വിമ്മിംഗ് പൂൾ കാണാൻ സാധിക്കും. സ്വിമ്മിംഗ് പൂൾ ഇല്ലാണ്ട് എന്ത് റിസോർട്ട്? നമ്മൾ വന്ന സമയത്ത് സ്വിമ്മിംഗ് പൂളിൻ്റെ കളർ മൊത്തത്തിൽ പച്ചയായിരുന്നു, എന്തെന്നറിയില്ല. നിങ്ങൾ വരുന്ന സമയത്ത് നല്ല വെള്ളമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ അവിടെ നമ്മൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. മെയിനായിട്ട് ഇവിടെ ഗെയിംസ് റൂം പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ കുറേയധികം ഗെയിം കളിക്കാൻ പറ്റും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് ഉണ്ട്, അതുപോലെ ലുഡോ ബോർഡുണ്ട് 2 ഈ ചെസ് ഉണ്ട്. പിന്നെ അവിടെ ആർച്ചറിക്ക് വേണ്ടിയ അമ്പും വില്ലുമുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ടേബിൾ ടെന്നീസ് സെറ്റപ്പ് ഉണ്ട്, അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ 2 ചെസ് ബോർഡുണ്ട്. ചെസ് ബോർഡൊക്കെ നല്ല സ്ലിപ്പറിയാണ്. ആൻഡ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള ചെറിയ സെറ്റപ്പും കൂടിയും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയുള്ള നമ്മുടെ ഗെയിം സെക്ഷനിൽ കാണാറുള്ളത്. പിന്നെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കുളം കാണാൻ സാധിക്കും. കുളത്തിൽ താറാവുകളൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് താറാവുകൾ അകത്തും ഇരിക്കുന്നുണ്ട്, പുറത്തും ഇരിക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് നടക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് സൈഡിലും വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഉച്ചക്കുള്ള ഭക്ഷണം, രാത്രിയിലേക്കുള്ള ഭക്ഷണം ഒക്കെ അവിടെ ലഭിക്കും. അവിടുന്ന് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജെൻസ് ടോയ്ലറ്റ് അതുപോലെ തന്നെ ലേഡീസ് ടോയ്ലറ്റും കാണാൻ സാധിക്കും. അവിടെ നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കോൺഫറൻസ് ഹാൾ ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ അകത്തേക്ക് കയറിയിട്ടില്ല, അതുകൊണ്ട് ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം, കാണിച്ചേക്കാം. അവിടുന്ന് വീണ്ടും നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഫാം കാണാൻ സാധിക്കും. ഓക്കെ, ഫാമിൽ മുയലുകളും അതുപോലെ തന്നെ ആടുകളുമുണ്ട്. ഏതാണ്ട് മുയലുകൾ. ഇനി ആടിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആടുകൾ. ഈ 2 മൃഗങ്ങളെയാണ് ഇവിടെ വളർത്തൽ. ഇവിടെ അത് കൂടാണ്ട് ഒരു ജീവിയും കൂടിയുണ്ട്. ഇതിൻ്റെ പേരാണ് എമു. ഒട്ടകപക്ഷിക്ക് എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പിന്നെ അത് എമു ആണ്. ഒരു മല കാണാൻ സാധിക്കും മുകളിൽ. ഇവിടെ അത്യാവശ്യം